ഹായ് ഗൈസ്, ഇന്നലെ ലൂലു മാളി കോട്ടയത്ത് പോയപ്പോൾ വാങ്ങിച്ചാണ് ഈ ക്രാബ്. അത് ഞണ്ട് കണ്ട എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷേ ക്ലീൻ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും കൂടെയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അന്നേരം ഞാൻ ഓർത്ത് ഇത് ക്ലീൻ ചെയ്യുന്ന ഭയങ്കര ഈസിയാണ്. അന്നേരം ഇത് ക്ലീൻ ചെയ്ത് ഇത് കുക്ക് ചെയ്ത് പ്ലേറ്റിലാകുന്നിടം വരെയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഞണ്ടിനെ എടുത്തു. ഒരു ഞണ്ടിനെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. ഇത് ഇങ്ങനെ അതിൻ്റെ കൈകളെല്ലാം ഒടിച്ചൊടിച്ചെടുക്കണം. ഒന്ന് തിരിച്ചാൽ മതി, പെട്ടെന്ന് ഇങ്ങ് പോരും. കണ്ടോ, സിമ്പിളാണ്. കാലെല്ലാം വേർപ്പെടുത്തി. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു ഹാർട്ടിൻ്റെ മാതിരിയുള്ളൊരു ചിഹ്നം കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ പിടിച്ച് പൊക്കുവാൻ വേണം. ഇത് അതിൻ്റെ മുട്ടയാണ്. ചിലതിനെ പൊന്നെന്ന് പറയും. ഇവിടെ നിന്നുള്ള ഈ ഷെല്ലും ഇതുപോലെ മുകളിലോട്ട് പൊക്കുക. ഈ ഷെല്ലിളകാനായിട്ട് സ്വല്പം ബലം പ്രയോഗിക്കണം. സിമ്പിൾ. രണ്ട് സൈഡിലും ബ്രൗൺ കളറിൽ കാണുന്ന അതിൻ്റെ കുഞ്ഞി കൈകളാണ്. അതെല്ലാം റിമൂവ് ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കത്തിയുടെ ആവശ്യമേ ഇല്ല, നമ്മുടെ വിരലുകൾ മാത്രം മതി. കാലാണ്. ഈ രണ്ട് പീസിനകത്ത് ഫ്ലഷ് ഒട്ടുമില്ല. അത് കാരണം നമ്മളത് കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കളയുന്നു, ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നു. ഇതതിൻ്റെ വലിയ കാലാണ്. ഇതിനകത്തെല്ലാം ഫ്ലഷ് ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ഇതെൻ്റെ മുട്ടയാണ്. ഇത് മുട്ട ചിലരൊക്കെ കുക്ക് ചെയ്യാൻ എടുക്കാറുണ്ട്, പക്ഷെ ഞങ്ങളിത് ഫുള്ള് കളയുക. ഇങ്ങനെ പൈപ്പിൻ്റെ കീഴിലേക്ക് പിടിക്കുവാണെങ്കിൽ ഇത് നല്ല ക്ലീൻ ആകും. ഈ മുട്ടയെല്ലാം ഇതിനകത്തുനിന്ന് പോകും. ഇതിനകത്തെ ആ മുട്ടയെല്ലാം പോയിട്ടുണ്ട്, നല്ല ക്ലീനായി. ഞണ്ട് ചോദിച്ചു വന്ന പൂച്ച. വലിയ കൈകളുടെ ഷെല്ല് പൊട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി കുക്കിങ്ങിൻ്റെ പാട്ടാണ്. ഈ ഇറച്ചി സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ശക്കലം തേങ്ങാക്കൊത്ത് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് സ്വല്പം തേങ്ങാക്കൊത്ത് ഇടും. ഇതിനൊപ്പം തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് തുള്ളി ചെറുതായിട്ട് നോക്കിയതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഹലോ ഗൈസ്, ഞാൻ ഒരു പച്ചമുളകിനെ 4ആയിട്ട് മുറിച്ചേക്കുവാണേ. ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് ഫ്രൈ ചെയ്യുക. 1/2 സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. തിളപ്പിച്ച 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ക്രാബ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കണം വെള്ളം.
ഇതിനകത്ത് പുളി ചേർത്തിട്ടില്ല, അതുകൊണ്ട് തൈരും കൂടി ആഡ് ചെയ്യുകയാണ്. ഇതില് ക്രാബിൻ്റെ കൈയൊക്കെ കണ്ട ഒരു റെഡിഷ് കളറിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 20-22 മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്തായാലും. ചപ്പാത്തി വിളമ്പി അതിനകത്തോട്ട് നമ്മളിതാ നമ്മുടെ ക്രാബ് കാലും കൂടി ഇങ്ങോട്ട് വെക്കേ. ഈ ക്രാബിനകത്ത് പൊതുവെ ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് കണ്ടോണേ, ഷെല്ല് പൊട്ടിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രാബ് ഇങ്ങനത്തെ സാധനം ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഈ ക്രാബ് കഴിക്കുമ്പം ഈ ശാസ്ത്രീയമായ രീതി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ 2 കൈ കൊണ്ട് ഇത് കണ്ട പൊളിച്ചിങ്ങനെ ഇതിനകത്ത് ഈ ഇതിൻ്റെ ഷെല്ലിൻ്റെ ഒക്കെ കാണും, അതൊക്കെ മാറ്റി ദേ ഇങ്ങനെ ഇതിൻ്റെ മാംസമൊക്കെ എടുത്ത് ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് കാണുമ്പോൾ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ ഇത് ഏറ്റവും നല്ലതായിട്ട് കഴിക്കണമെങ്കിൽ 2 കൈ യൂസ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പം കാലൊക്കെ നമ്മൾ പൊട്ടിച്ച് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഒടിച്ചു, അത് കഴിഞ്ഞ് നമ്മളിത് പൊട്ടിച്ചിട്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇത് പൊട്ടിക്കാൻ മറന്നുപോയി. ഇത് ഭയങ്കര രസമായിരുന്നു കാണാൻ, അതുകൊണ്ട് തല്ലി പൊട്ടിക്കാൻ തോന്നിയില്ല. ഇനി ഞാൻ കഷ്ടപ്പെടും. ഇങ്ങനെ കണ്ടോ, ഇത് ഷെല്ല് പോലെ തുറന്ന് കണ്ട നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ ഇറച്ചിക്ക്. ഈ ക്രാബിൻ്റെ പ്രശ്നം എന്താ അറിയോ, കുറച്ചേ ഉള്ളു ഇറച്ചി, പക്ഷെ നല്ല ടേസ്റ്റും. ഇതിൻ്റെ കാലിനകത്തുണ്ടായിരുന്ന ഇറച്ചിയാണ്, കുറച്ചേ ഉള്ളൂ. അതിലോട്ട് നോക്കുമ്പോൾ മെൽറ്റായി പോവും. ഈ വെന്ത് കൈവച്ച് അമുക്കി നോക്കാം. ആ പൊട്ടി, നല്ലതായിട്ട് വെന്തോണ്ടാണ് ഇങ്ങനെ ആ ഷെല്ലിങ്ങനെ പൊട്ടി തവിട് പൊടിയായി കിട്ടുന്നത്. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ പകുതി നമ്മൾ ആ ഷെല്ലിങ്ങനെ മാറ്റി, അല്ല മാറ്റുമ്പോൾ തന്നെ ഇറച്ചി അതേ ഇരിക്കുക. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അങ്ങനെ അടുത്ത വീഡിയോ കാണാം.